പാകിസ്ഥാന്റെ സൈന്യം സൗദി അറേബ്യയിൽ ഇറങ്ങിയതായ റിപ്പോർട്ട് പുറത്തു വന്നു. മധ്യസ്ഥ ചർച്ച അവസാനിച്ചതോടെ ഒരു വലിയ രീതിയിലുള്ള സംഘം സൗദി അറേബ്യയുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടോ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടോ ഇറങ്ങിയതാണ് എന്നാണ് അനുമാനിക്കുന്നത്. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ എത്തപ്പെട്ടതാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ പ്രതികരിച്ചു. എന്നാൽ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്തിൻ്റെ ഭാഗമായതിനാൽ ഇത് ഒരുപാട് സന്ദേഹങ്ങൾ ജനിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഭാഗത്തുനിന്ന് സൗദി അറേബ്യക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അതോടനുബന്ധിച്ച് അവർക്ക് സംരക്ഷണ ഭിത്തി ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ പ്രതിരോധവുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും വിഷയത്തിനാണോ എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത്. നിലവിലുള്ള സാഹചര്യം യഥാർത്ഥത്തിൽ സങ്കീർണമായിട്ട് തന്നെ തുടരുകയാണ്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രൂപത്തിലെത്താൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കക്ക് തന്നെ സാധിച്ചിട്ടില്ല. അമേരിക്ക ഏത് തരത്തിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഏതെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ ട്രംപിൻ്റെ കൈവശത്തിലില്ല. ട്രംപ് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് ഇറാൻ അട്ടിമറിക്കും, നാളെ തിരിച്ചു പിടിക്കും, ഞങ്ങൾക്ക് 2 മണിക്കൂർ മതി, ഈ ഇറാൻ്റെ എല്ലാ സാംസ്കാരിക നിലയും തകർക്കാൻ പോവുകയാണ്, ഈ പാലങ്ങൾ തകർക്കാൻ പോവുകയാണ്, സർക്കാർ മന്ദിരങ്ങൾ തകർക്കാൻ പോകും, ഇങ്ങനെയുള്ള കുറേ അബദ്ധജടിലമായിരിക്കുന്ന വാക്ക് പ്രയോഗം നടത്തുക എന്നല്ലാതെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രംപിന് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള വിമർശനത്തിന് വിധേയമായിരിക്കുന്ന കാര്യമാണ്. അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടും അമേരിക്കയ്ക്ക് പിന്തുണ നൽകുന്ന രാജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടും നിരന്തരം ആക്രമണം നടക്കുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്ന രാജ്യങ്ങളിൽ ഒന്നാണ് സൗദി അറേബ്യ. അവരുടെ സൈനിക ബേസ് അമേരിക്കയുടെ താൽക്കാലികമായി സൗദി അറേബ്യ നൽകിയ അമേരിക്കയുടെ സൈനിക ബേസ് ആക്രമിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ വെച്ച് യുദ്ധവിമാനങ്ങൾ തകർക്കപ്പെടുക പോലും ചെയ്തു. അപ്പോൾ അമേരിക്കയുടെ സൈനിക ബേസ് തകർത്തതോ എന്നുള്ളത് ഇതിനപ്പുറമായ രീതിയിൽ രാജ്യത്തിന് നേരെ ഇറാൻ വിടുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണങ്ങൾ വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുകയാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക്. അപ്പോൾ അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണോ പാകിസ്ഥാൻ എത്തിയത് എന്ന് സംശയിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മുൻപ് തന്നെ പ്രതിരോധ രംഗത്തും സായുധ രംഗത്തും ആയുധ രംഗത്തുമെല്ലാം വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ സൗദിയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എത്തിയത് എന്നാണ് അനുമാനം, അങ്ങനെയാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരൊരു മധ്യസ്ഥ രാജ്യമാണ്. മധ്യസ്ഥ രാജ്യമായിരിക്കെ ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ മറ്റൊരു രാജ്യത്തിന് എതിരെ യുദ്ധപ്രഖ്യാപനം പോലും നടത്താവുന്ന സംവിധാനത്തിൽ അവരെത്തപ്പെട്ടു എന്ന് പറയുന്നത് അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നതാണ് അതിൻ്റെ ഉദാഹരണ സഹിതം പറയപ്പെടുന്നത്. അഥവാ അമേരിക്കക്ക് 2 റോളാണ് ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുക. ഒരു ഭാഗത്ത് സമാധാന ചർച്ച നടത്താൻ വേണ്ടി അമേരിക്ക മുൻപന്തിയിൽ നിൽക്കും, മറുപക്ഷത്ത് എതിർ വിഭാഗത്തെ ആക്രമിച്ചുകൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കും. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. ഒരു ഭാഗത്ത് സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി, മറുപക്ഷത്താണെങ്കിൽ അവർ ചെയ്തിരിക്കുന്നത് ഈ ഇറാനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഇറാൻ്റെ ഈ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാനോ സൗദി അറേബ്യക്ക് സൈനികമായിരിക്കുന്ന സഹായം നൽകുകയും ചെയ്തു. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുന്ന സമയത്താണ് വലിയ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ താൽക്കാലിക വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചത് അവസാനിക്കും. ഇതിനിടെ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, വെടിനിർത്തൽ കരാർ എങ്ങനെയാണോ ഉണ്ടായത് ആ ഉണ്ടായ കരാർ താൽക്കാലികപരമായി തീയതി കഴിയുന്നവരെ നിലനിൽക്കുമെന്നുള്ളതാണ്. അഥവാ അതിനുശേഷം അമേരിക്ക ഇറാനെ ആക്രമിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എതിരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. എന്നാൽ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആക്രമണം അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയുടെ ഇറാൻ്റെ സൈനിക ബേസിനെ കേന്ദ്രീകരിച്ചോ മറ്റോ വന്നിട്ടുണ്ട്. അതിന് തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ശക്തമായിരിക്കും തിരിച്ചടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്താണ് റൂള് എന്നുള്ളതിന് ഇപ്പോഴും ഉത്തരം കിട്ടുന്നില്ല. പ്രതിരോധ സംവിധാനമാണെങ്കിൽ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കപ്പുറം വലിയ രീതിയിലുള്ള ആയുധങ്ങളും അതോടൊപ്പം തന്നെ സൈന്യവുമാണ് ഇറങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ അത്ര വേറെ സൈന്യത്തെ ഇറക്കേണ്ട കാര്യമില്ല. ഒരാഴ്ച മുമ്പാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സൗദി അറേബ്യ സന്ദർശിച്ചത്. അയാളോടൊപ്പം പ്രതിരോധ സംവിധാനങ്ങളും
ഈ സൈനികരും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഈ പിന്നീട് ഇറാൻ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഉക്രൈൻ്റെ സൈനികർ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രാക്ടിക്കൽ ചെയ്യുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തി എന്നുള്ളതും ഉക്രൈൻ്റെ സൈനികർ കൊല്ലപ്പെട്ടു എന്ന തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സ്ഥിരീകരണ റിപ്പോർട്ടല്ല എന്ന് മാത്രം. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് എല്ലാ കാര്യവും കൃത്യമായ രീതിയിൽ ഒരിക്കലും പുറത്തു വരില്ല. ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുന്ന സമയത്തും ഏറെക്കുറെ അങ്ങനെയാണ് എന്നാണ് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നത്. യുദ്ധത്തോടനുബന്ധിച്ച് ഒരു പ്രത്യേകമായിരിക്കുന്ന രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും നിലവിലെ സാഹചര്യത്തിൽ പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സൈനികരോ പാകിസ്ഥാനും കൂടെ സംയുക്തമായ രീതിയിലോ അത്തരം ഒരു ആക്രമണ രീതി ഉണ്ടായാൽ ഈ യുദ്ധത്തിൻ്റെ പാറ്റേണും രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങളുണ്ടാകും. പിന്നീട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ആ രീതിയിലേക്കും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. യുദ്ധത്തിൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളും ആയതിനാൽ ഒന്നും കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോഴും ഒരു ചർച്ചാ സംബന്ധമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വീണ്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയാവാം എന്ന് ഈ തുർക്കിയും അതോടൊപ്പം തന്നെ ഈജിപ്തും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതികൾ. അപ്പോൾ ഈ കരാർ വ്യവസ്ഥ അല്ലെങ്കിൽ സമാധാന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അത് പൊട്ടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഇപ്പോൾ പറയുന്നത് ഇവരുടെ ഇടപെടലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനാവശ്യമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്തി അമേരിക്കയെ ഭയപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ചെയ്തു. അതോടുകൂടിയാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് ദുഃഖത്തോടു കൂടി തങ്ങൾ മടങ്ങുന്നു എന്ന പരാമർശത്തോടെ രാജ്യം വിട്ടുപോയത്, അതായത് അമേരിക്കയിലേക്ക് പോയത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ സാഹചര്യ സ്ഥിതികൾ വിലയിരുത്തുന്ന സമയത്ത് ഒരു സങ്കീർണമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് യുദ്ധത്തിൻ്റെ അവസ്ഥകൾ എത്തുകയാണ്. കാര്യം ഏതൊക്കെ തരത്തിലാണെങ്കിലും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ രണ്ട് രാജ്യവും നടത്തുന്നു. ഒരു ഭാഗത്ത് അമേരിക്ക നടത്തുന്നു, മറുപക്ഷത്ത് ഈ ഇറാനും നടത്തുന്നു. അപ്പോൾ ഇറാൻ്റെയും അമേരിക്കയുടെയും സൈനികപരമായിരിക്കുന്ന ശക്തികൾ ലോകത്തിന് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് 38-ലധികം മൈനുകൾ നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്ന സമയത്ത് അത് നിഷേധിച്ചുകൊണ്ട് ഈ ഇറാൻ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരു തരത്തിലും നീക്കം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് അടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അവർ ഞങ്ങൾ വിരട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അവർ തങ്ങളുമായിട്ട് യുദ്ധത്തിന് ഏർപ്പെടുകയോ തങ്ങളുടെ സൈനികരെ ആക്രമിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും ആ കപ്പലിനെ തങ്ങൾ കടലിൽ മുക്കുമായിരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടി അവരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വല്ലാത്ത രീതിയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിലവിലെ സ്ഥിതി കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ യുദ്ധം അതിൻ്റെ സങ്കീർണമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ്. അമേരിക്കയുടെ ഭീഷണി കൊണ്ടോ വിറപ്പിക്കൽ കൊണ്ടോ അതല്ലെങ്കിൽ അത് അട്ടിമറിക്കും, അത് ഇല്ലാതാക്കും എന്ന് പറയുന്നത് കൊണ്ടോ ഭയപ്പെടുന്നവരല്ല ഇറാനികൾ എന്നുള്ള കാര്യം ഇപ്പോൾ അമേരിക്കക്ക് ബോധ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഖത്തറിൻ്റെതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന പറയുന്നത് ഇറാൻ ഒരിക്കലും ആക്രമിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് തങ്ങൾ അമേരിക്കക്ക് നൽകിയിരുന്നു. കാര്യം നിങ്ങൾ അതിജീവിക്കാൻ സാധിക്കാത്ത വിധം സങ്കീർണമാണ് അവരുടെ വിഷയങ്ങളും അവരുടെ യുദ്ധ സാഹചര്യങ്ങളും. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും അതിനെ ആക്രമിക്കാതിരിക്കുകയാണ് ഉചിതം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ്, അത് സിമ്പിളായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് ധിക്കാരപൂർവ്വം അവർ മറുപടി പറഞ്ഞു. അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത് എന്ന് ചുരുക്കം. ഹൂത്തികൾ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒരു നിർദ്ദേശം സൗദി അറേബ്യ അമേരിക്കയുടെ പ്രസിഡന്റ് നൽകിയത്: നിങ്ങൾ ഒരിക്കലും ഹൂത്തികൾ ആക്രമിച്ചുകൊണ്ട് അതിജീവിക്കാൻ വേണ്ടി, വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കില്ല. അവരുടെ വിഷയങ്ങളും അവരുടെ പ്രശ്നങ്ങളും സങ്കീർണമാണ്. അവരുടെ ആയുധത്തിൻ്റെ ബലത്തിൻ്റെ ശക്തിയൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് ബൈഡൻ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ സിമ്പിളാണ്: ഞങ്ങൾക്കതൊക്കെ നിസ്സാരമായ രീതിയിൽ അങ്ങ് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും, അതുകൊണ്ട് അതേക്കുറിച്ചുമായിട്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ അവർ പറഞ്ഞത്. പക്ഷേ വല്ലാതെ വൈകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചടി ഭയാനകരമായിട്ട് കിട്ടി. നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായി എന്നുള്ളതാണ്. പിന്നീടാണ് അവരെന്ത് ചെയ്യുന്നത്? അവരൊരു വെടിനിർത്തൽ ഫോർമുല ഒമാൻ മുഖാന്തരം
ഉണ്ടാക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്ന കരാർ വ്യവസ്ഥയോട് കൂടിയാണ് അമേരിക്ക എന്ന് പറയുന്ന സാമ്രാജ്യ രാജ്യം ഒമാൻ എന്ന് പറയുന്ന കൊച്ചു രാജ്യത്തിലെ വിമതപക്ഷമായിരിക്കുന്ന ഹൂത്തികളുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ഇത് ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഹൂത്തികൾ എന്ന് പറഞ്ഞാൽ ഭീകരവാദികളുടെ ലിസ്റ്റിലാണ് അമേരിക്ക പെടുത്തിയിരിക്കുന്നത് ഇസ്രായേലും. ആ വിഭാഗവുമായിട്ട് അമേരിക്കയെ പോലുള്ള സാമ്രാജ്യത്വ രാജ്യം ചർച്ച ചെയ്തു എന്ന് പറയുന്നത് തന്നെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ അമേരിക്ക കരുതുന്ന പോലെ നിസ്സാരമായ രീതിയിൽ കാണേണ്ട ഒരു രാജ്യമല്ല ഇറാൻ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മാത്രവുമല്ല, ഇറാൻ്റെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെക്കുറിച്ച് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്: തെരഞ്ഞെടുക്കുന്നത് വരെ ജനാധിപത്യ സംവിധാനം, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നീട് അത് ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്ന പ്രവൃത്തിയും അമേരിക്കയുടെ പ്രസിഡന്റിനപ്പുറമായ രീതിയിൽ വേറൊരാൾക്കും ഇതിന് യാതൊരു അധികാരമില്ലാത്ത രീതിയിലാണ് അവരുടെ സമീപന നിലപാടുകൾ എന്നൊക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. ആ ഒരു അവസ്ഥാ സാഹചര്യങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും സ്ഥിതി കാര്യങ്ങൾ സങ്കീർണമായി തുടരുകയാണ്. പ്രശ്നപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഇപ്പോഴും ഒരു രൂപമായിട്ടില്ല എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.